നമസ്കാരം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് മന്ത്രി ബാബാ സിദ്ദിഖ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. 48 വർഷമായി 4 പതിറ്റാണ്ടിലേറെ കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ ബാബാ സിദ്ദിഖ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിവരം രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. തന്റെ കൗമാര പ്രായത്തിൽ താൻ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായതാണ്. 48 വർഷം നീണ്ടുനിന്ന ഒരു വലിയ യാത്ര തന്നെയായിരുന്നു അത്. ഇന്ന് ഞാൻ അതേ INCയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഞാൻ രാജിവെക്കുന്നു എന്നാണ് ഇദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ യാത്രയുടെ ഭാഗമായ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എന്നുകൂടി ഈ ബാബാ സിദ്ദിഖ് പറയുന്നു. തീർച്ചയായും ഇത് നേതൃത്വവുമായുള്ള ഒരു കലഹത്തെ തുടർന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആ വരി കൂടി തന്റെ രാജി പ്രഖ്യാപനത്തിനൊപ്പം ചേർത്തിരിക്കുന്നത്. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബാബാ സിദ്ദിഖ് ഇനി അജിത് പവാർ നയിക്കുന്ന NCPയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അംഗത്വം എടുത്ത് ചേക്കേറും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും അജിത് പവാർ പക്ഷത്തേക്ക് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് വരുമ്പോൾ ആ നേതാവ് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖല, അവിടുത്തെ കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പമുള്ള അണികൾ, അങ്ങനെ ഒരു വലിയ മാറ്റം തന്നെ അവിടെ സംഭവിക്കും. പ്രത്യേകിച്ചും ഇത്ര വലിയ ഒരു സീനിയറായ നേതാവ് പടിയിറങ്ങുമ്പോൾ വലിയ ഒരു വിടവ് തന്നെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ അനുനിമിഷം കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഇതിനു മുൻപും കോൺഗ്രസിന് പ്രത്യേകിച്ചും ഒരു പരിമിതിയുണ്ട്. അവരോട് ഏറ്റവും ലോയലായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം വിശ്വസ്തരായി നിൽക്കുന്ന, ഏറെ പരിചയസമ്പന്നരായ ആളുകളെ ഒന്നും ഒരിക്കലും പിടിച്ചു നിർത്താൻ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനു മുൻപ് പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഹിമന്ത ബിശ്വ ശർമ്മ വരെയുള്ള ഒരുപാട് നേതാക്കളെ കോൺഗ്രസിന്റെ പടി ഇറങ്ങിയതും ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ മന്ത്രിയായ ബാബാ സിദ്ദിഖ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.